ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളൊരു അച്ചാറായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ ഈ വറക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ഉലുവയും കടുവാണ് കേട്ടോ. നല്ലൊരു മണം കിച്ചണിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫോണും കൊണ്ട് വന്നത് ആ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇത് നെല്ലിക്കയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി കടുക് വറവിട്ടിട്ടുണ്ട്. കറിവേപ്പില ഇടാൻ മറന്നു പോയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പറിച്ച് കൊണ്ടുവച്ച ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബാക്കിയുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഒക്കെ കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളകൊക്കെ വാടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അച്ചാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്ക വെച്ചിട്ട് ഇതുപോലെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അച്ചാറും പൊടിയൊക്കെ എടുത്തുക്കണമ്മ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അളവൊക്കെ ആവശ്യത്തിന് നമ്മൾ അതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സ്പെഷ്യലായപ്പോൾ ഈ ഒരു അച്ചാറാണ് കേട്ടോ ഇന്നത്തേത്. ഇന്നേ ദിവസത്തെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇന്ന് അച്ചാർ ഇഷ്ടമില്ലാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് കേട്ടത്. ഇത് ഇങ്ങനെ അച്ചാറും പൊടി ഇട്ടിട്ട് ഇതിലേക്ക് വറവ് ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ കുറച്ച് വിനീഗറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനങ്ങനെ അധികം അച്ചാറൊന്നും ഇടലില്ല കേട്ടോ. അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ പാത്രം കാലിയാക്കാനൊക്കെ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഫൈനൽ നമുക്ക് ലാസ്റ്റ് ഈ ഈ നെല്ലിക്കല്ലേ അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക ഇതിലാറെ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ പച്ചക്ക തന്നെ അത് കഴിച്ചിട്ട് എല്ലാവരും രണ്ടെണ്ണമൊക്കെ എടുത്ത് അങ്ങനെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് അച്ചാറാക്കി ഇടാമെന്ന് എഴുതിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഉലുവയും കടുവും പൊടിച്ചതില്ലേ, പൊടിച്ചിട്ടില്ല, ഇത് വറുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് പൊടിച്ചിട്ട് ഇടുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഉലുവ കടുക് പൗഡർ ഇതിലേക്കാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. വല്ലാത്ത ടേസ്റ്റാണിട്ടത്. ഇത് 10 മണിക്ക് കഞ്ഞിക്കൊക്കെ കൂട്ടാനില്ലെങ്കിൽ ഒരു പേടിയും പേടിച്ചേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ അച്ചാറിൻ്റെ റെസിപ്പി ഇതാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ, സിമ്പിളാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കാൻ മാത്രമൊന്നും ഇല്ലയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ബോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മളത് തീരാറുണ്ട് കേട്ടോ അച്ചാറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക അച്ചാറൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളിട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അത്ര വിനീഗർ വേണ്ടാന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇതുപോലെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ റെസിപ്പീസായിട്ട് നമ്മളിങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നെല്ലിക്ക അച്ചാറൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.